പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മുടെ ശശിയേട്ടൻ പറഞ്ഞതനുസരിച്ച് എല്ലാവരും പരസ്പരം അങ്ങോട്ടുമൊക്കെ ഉള്ള സഹകരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻസാരി സൂര്യയുടെ ഈ വാക്കുകൾ നമുക്ക് കേട്ടുനോക്കാം. നമ്മളുടെ കല്യാണങ്ങൾക്കോ മറ്റ് ഫംഗ്ഷനുകൾക്കോ അതുപോലെ അവരുടെ ഫംഗ്ഷനുകൾക്കോ കല്യാണങ്ങൾക്കോ നമ്മൾ സന്തോഷം പോകാൻ പാടില്ല. അവർ നമ്മളുടെ അടുത്ത് വരാനും പാടില്ല. അവരുമായിട്ടുള്ള എല്ലാ സഹവാസങ്ങളും നിർത്തിവെക്കുക. മുസ്ലിം എന്നാൽ തീവ്രവാദികളാണ്. അവർ എപ്പോഴും നമ്മളെ നശിപ്പിക്കാൻ ശശിയേട്ടാ എന്തായാലും അടിക്കുന്നു. കുറച്ചൊരു ബ്രാൻഡ് മുന്തിയനം പൈസ കൊടുത്ത് മേടിച്ചിട്ടടി. ഉള്ള മണ്ണെണ്ണയും വിനാഗിരിയും എല്ലാം കൂടെ ഒന്നിച്ചടിച്ചു കഴിഞ്ഞാൽ കിളി പോവും ചേട്ടാ. ഒരുപാട് മുസ്ലിങ്ങൾ എനിക്ക് ഈ വീഡിയോ എടുത്ത് അയച്ചു തരുന്നുണ്ട്. സഹോദര സമുദായത്തിൽപ്പെട്ടവർ അയച്ചു തരുന്നുണ്ട്. എന്തിനാ ഇത് അയക്കുന്നത്? എന്ത് കാര്യം? ഇതിവിടെ ഈ നാട്ടിലുള്ള ഹിന്ദുക്കൾ പോലും ഇത് കേൾക്കത്തില്ല, അംഗീകരിക്കത്തുമില്ല. നമ്മളൊക്കെ പരസ്പരം വളരെ സ്നേഹത്തോടും പാരസ്പര്യത്തോടും ജീവിക്കുന്നതല്ലേ. ഇങ്ങനെ സ്വബോധം മറ്റേ ഇവൻ ഏതാണെന്ന് മനസ്സിലാവുമല്ലോ. ഈ സാധനം അടിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ അടിക്കാത്ത സമയത്ത് പോയിരുന്ന് മറ്റേ ക്ലാസ് കേൾക്കും. അപ്പൊ മുസ്ലിങ്ങളൊക്കെ അവന്റെ ശത്രുവാണെന്ന് എനിക്ക് തോന്നും. അപ്പൊ ഇത് അടിച്ചു കഴിയുമ്പോൾ ഈ ഉള്ളി കിടക്കുന്ന വിഷം പുറത്തേക്ക് വരുന്നതാ. ഒരു കാര്യമില്ല. ഈ ഭൂമിക്ക് വേണ്ടാത്ത നിർഗുണ വസന്തങ്ങളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു പോയിക്കോട്ടെ. അവർക്ക് അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു നല്ല വാക്ക് അവർക്ക് പറയാനുണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ അവരുടെയൊക്കെ വായിന്ന് ഒരു നല്ല വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു നല്ല സതുപദേശം ഇല്ല. ഇതേ ഉള്ളൂ. ആ ഉള്ളി കിടക്കുന്ന മുസ്ലിം എന്ന് പറഞ്ഞാൽ തീവ്രവാദി. എടാ, ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ഒക്കെയാണ് എല്ലാവരും ജീവിക്കുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കാം, ഒറ്റയ്ക്ക് മരിക്കാം. ആ മൃതദേഹം എടുത്ത് അടക്കണമെങ്കിൽ മറ്റൊരാൾ വേണം. അപ്പൊ ആരും സ്വയം പര്യാപ്തരാണെന്ന് വിചാരിക്കുമ്പോൾ പോലും അപരന്റെ സഹായമില്ലാതെ ഒരു മനുഷ്യനും ഈ ഭൂമുഖത്ത് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. മുസ്ലിമിന്റെ കല്യാണം എടാ, നീ വേണമെങ്കിൽ വന്നാൽ നിന്നെയൊക്കെ ആരാ കല്യാണം വിളിക്കുന്നത്? നിനക്ക് വേണമെങ്കിൽ നല്ല ബിരിയാണി, നല്ല ആഹാരം കഴിക്കാം. നീ ആ ഉണക്കമീൻ തിന്ന്, ആ ഉണക്കപ്പറവയും തിന്ന്, ആ മുഷിഞ്ഞ അതോവായുടത്തില്ലേ, അതിൽ നിന്നൊക്കെ മോചനമായിട്ട് ഒരു ചിരി കുഴിമന്തി, ഒരു ചിരി ബിരിയാണി, നല്ല നൈസരിപ്പത്തിരി, ഈ ചിപ്പോത്തിറച്ചി, ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ നീ കിനാവ് പോലും കണ്ടിട്ടില്ല. കാശത്ത് തേക്ക നീ ഊതിന്റെ അത്രങ്കിലും കണ്ടിട്ടുണ്ടാ? നല്ല മണമുള്ള ജീവിതത്തിൽ നല്ലൊരു സുഗന്ധം നീ അനുഭവിച്ചിട്ടുണ്ടാ? വേണമെങ്കിൽ വാടാ, കല്യാണത്തിന് പോവാ. നിനക്ക് വേണമെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലെ ആ ഉണക്കപ്പറ വയറല്ലേ, അതിലേക്ക് ഒരു അല്പം ബിരിയാണി, സംശുദ്ധമായ സ്വാദുള്ള ആസ്വദിച്ചുള്ള ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ വാ. അല്ല, നിന്റെയൊക്കെ നിലവാരം വെച്ച് ഇവിടുത്തെ ഒരു ഹിന്ദു നിന്നെ കല്യാണം വിളിക്കത്തില്ല, ഒരു ക്രിസ്ത്യാനി നിന്നെ കല്യാണം വിളിക്കത്തില്ല, ഒരു മുസൽമാനും നിന്നെ കല്യാണം വിളിക്കത്തില്ല. ഞങ്ങളിവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും അങ്ങോട്ട് പങ്കെടുത്ത് നേർച്ചക്കും പരിപാടിക്കും ഒക്കെ അങ്ങനെ പങ്കെടുക്കുന്നവരാ. അതുകൊണ്ട് മനുഷ്യരുടെ പട്ടികയിൽ നീ അടക്കമുള്ളവരില്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന മുസ്ലിമീങ്ങൾക്ക് വേദനയും സങ്കടവും തോന്നരുത്. സാധനം മണ്ണെണ്ണയും വിനാഗിരിയും കൂടെ ഒന്നിച്ച് കൂട്ടി അടിച്ചതാ. അപ്പൊ സാധനം പുറത്തേക്ക് വന്നതാ. കാര്യമില്ല. മറ്റേ ക്ലാസ് നടത്തുന്നില്ല, ക്ലാസ് പോത്തില്ലേ, അവിടുന്ന് കിട്ടുന്നതാ. സുമേഷേ, കറക്കാൻ മറ്റേ അണ്ണാക്കിലോട്ട് വിട്.